നമസ്കാരം. ഉപചാരങ്ങളെല്ലാം കഴിഞ്ഞ് സംസാരിച്ചു. ഇത് ടർബോ സിനിമയുടെ പ്രൊമോഷണൽ ആയിട്ട് ഞങ്ങൾ വന്നിട്ടുള്ളതാണ്. കുറേ ദിവസമായിട്ട് ഞങ്ങൾ ഇങ്ങനെ അലഞ്ഞു തിരികെയാണ്, ആളുകളെയൊക്കെ ഓരോ സ്ഥലത്ത് പോയി കണ്ട് പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ദുബായിലാണ് ഇത് അവസാനിക്കുന്നത്. ദുബായിലൊന്ന് ഞങ്ങളിവിടെ ഇതിൻ്റെ ടീസറിൻ്റെ ലോഞ്ചിന് വന്നിരുന്നു. അന്ന് ഞങ്ങളിന്ന് കാണാൻ പറ്റിയില്ല. അങ്ങനെ ഒരു ചവങ്ങം തീരട്ടെ എന്ന് കരുതിയാണ് ലാസ്റ്റ് മൊമെൻറ്റിലാണെങ്കിലും ദുബായിലെ പ്രസിനെ ഒന്ന് കാണുന്നത്. സിനിമ ഒരു വലിയ സംരംഭമാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം. ഏകദേശം 110 ദിവസത്തോളം നമ്മൾ ഷൂട്ട് ചെയ്തു. 85-90ഓളം നടീനടന്മാരുണ്ട്. അതിനനുസരിച്ചുള്ള മറ്റ് സാങ്കേതിക വിദഗ്ധരും എഴുത്തുകാരും അങ്ങനെ ഒരുപാട് ആളുകളുടെ ഒരുപാട് കാലത്തെ പരിശ്രമമാണ് സിനിമ. ഏകദേശം 7 മാസമായി നമ്മൾ സിനിമ ആരംഭിച്ചിട്ട്. സിനിമ ഇപ്പോഴാണ് റിലീസാവാൻ വരുന്നത്. ഞങ്ങൾ മമ്മൂട്ടി കമ്പനിയുടെ 5ാമത്തെ സിനിമയാണിത്. ഞങ്ങൾ ഇതുവരെ എടുത്തതിൽ ഏറ്റവും ചിലവേറിയ സിനിമയാണ്. അങ്ങനെയൊക്കെ ഒരു പ്രത്യേകതയും ലേശം ടെൻഷനൊക്കെ ഉള്ളൊരു സിനിമയാണ്. അതുകൊണ്ടല്ല ഏതൊരു സിനിമയും നമ്മൾ സിനിമ റിലീസിന് മുൻപ് നിർമ്മാതാവ് അനുസരിച്ച് ആക്ടർ എന്ന നിലയിലും ശരി ഒരു ലേശം സംഭ്രമം ഉണ്ടാവും നമുക്കെല്ലാവർക്കും. എനിക്കും അതുകൊണ്ടില്ലെന്ന് പറയില്ല, എപ്പോഴും ഉണ്ടാകാറുണ്ട്. ഇത് നമ്മൾ പ്രേക്ഷകൻ്റെ മുമ്പിലേക്കൊരു സിനിമ ഇറക്കുമ്പോൾ അവരിത് എങ്ങനെ സ്വീകരിക്കുമെന്നുള്ളതിനെ പറ്റി വലിയ ആകാംക്ഷ ഉണ്ടാകും. പലപ്പോഴും പോസിറ്റീവ് ആകണമെന്ന് തന്നെയാണ് ചെയ്യുന്നത്. പക്ഷേ ആ ഒരു വാർത്ത കേൾക്കാൻ വേണ്ടിയുള്ളൊരു നെഞ്ചിരിപ്പ് കുറച്ച് നേരെ ഏതായാലും ഉണ്ടാകും. അത് ഇല്ലെന്ന് പറയുന്നത് സത്യമാവില്ല. ഏതായാലും ഇതുവരെയും ഒരു വലിയ റിലീസാണ് നമ്മുടെ ട്രൂത്ത് ഗ്ലോബൽ ചെയ്യുന്നത്. 23-ാം തീയതിയാണ് റിലീസ്. നിങ്ങളുടെ സഹകരണം ഉണ്ടാവണം. ഈ സിനിമയുടെ ഒരു പ്രൊമോഷനാണെന്ന് വിചാരിച്ച് സിനിമയെക്കുറിച്ച് തന്നെ നമുക്ക് സംസാരിക്കാം. ചെറിയൊരു സമയം കൊണ്ട് നമുക്ക് തീർക്കാവുന്നതേ ഉള്ളൂ. നിങ്ങൾ അധികം നേരം ബുദ്ധിമുട്ടിപ്പിക്കുന്നില്ല. ഏതായാലും സന്തോഷം. ഇത് വളരെ സ്വാഭാവികമായിട്ട് സംഭവിക്കാവുന്ന സിനിമയാണ്. പക്ഷേ മാസരംഗങ്ങളൊക്കെ ഉണ്ട്. ഇതിനെ പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു എന്താ പറയുക, മാസ് സിനിമ ആണോ എന്താണ് ഒന്നും പറയാൻ പറ്റില്ല. കാരണം മാസിനും ക്ലാസ്സിനും അത് രണ്ടും അല്ലാത്ത ആളുകൾക്കും സാധാരണക്കാർക്കും പാമരനും എന്താ പറയുക പണ്ഡിതനും ഒക്കെ കാണാവുന്ന സിനിമയായിട്ടാണ് ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. ഇനിയിപ്പോൾ എങ്ങനെ ഇതിൻ്റെ ആർക്കൊക്കെ ഇഷ്ടപ്പെടും ആർക്കൊക്കെ ഇഷ്ടപ്പെടില്ല എന്ന് നമുക്കിപ്പോൾ പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. എന്നാലും ആളുകൾ പ്രതീക്ഷയോടെയാണ് ഇരിക്കുന്നത്. അതും ഒരു സന്തോഷവും ഒരു പേടിയുണ്ട്. എന്തേലും ആട്ടെ, ഞാൻ പടം ഇറങ്ങാൻ പോകില്ല. ഇനി പറഞ്ഞിട്ട് സാധനം കയ്യിൽ നിന്ന് പോയി. ഇനിയിപ്പോൾ നിങ്ങൾ അമ്പ് വില്ലിൽ നിന്ന് പുറപ്പെട്ട് കഴിഞ്ഞു. ഇനിയിപ്പോൾ അത് വരുന്നവരെ കാണട്ടെ എന്നുള്ള വിചാരിക്കാനേ പറ്റുള്ളൂ. ഇതുകൊണ്ടെന്നൊക്കെ പറഞ്ഞ അവസാനം അത് എവിടെയെന്ന് ചോദിച്ചാൽ നമ്മൾ ചുറ്റും. അതുകൊണ്ട് ഒന്നും ഇന്നും പറയാതെ എന്നാലും എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. നമ്മൾ കഷ്ടപ്പെട്ടിട്ടുണ്ട്, നല്ലോണം ശ്രമിച്ച് ട്രൈ ചെയ്തിട്ടുണ്ട്. ഈ പറയുന്ന ആർട്ടിസ്റ്റായാലും ശരി, ടെക്നീഷ്യനായാലും ശരി, മറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് എല്ലാവരും നല്ല കോപ്പറേറ്റ് ചെയ്ത് കഷ്ടപ്പെട്ട് രാത്രിയും പകലും ലൈറ്റും. സിനിമയുടെ ഒരു ഭൂരിഭാഗം നടക്കുന്ന വേദരാശിയിലാണ്. അവിടെ രാത്രി സീനുകൾ ഒരുപാടുണ്ട്. ആളുകൾ രാവിലെ ഉറക്കളിച്ചിട്ടുണ്ട്. പിന്നെ ഡയറക്ടർ ഇതുവരെ ഉറങ്ങിയിട്ടില്ല, എപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇദ്ദേഹത്തിന് അങ്ങനെ എഴുത്തുകാരനായതുകൊണ്ട് ഡയറക്ടർക്ക് പകരം വന്ന ആളാണ്. പകരന്മാരല്ല, എഴുത്തുകാരനോട് ചേർത്ത് ഡയറക്ടറെ കൂടെ ചേർത്ത് വന്നതാണ്. പിന്നെ മറ്റ് ആർട്ടിസ്റ്റുകളൊക്കെ അവിടെ പ്രൊമോഷനും കാര്യങ്ങളായിട്ട് നിൽക്കുകയാണ്. കുറച്ചൊക്കെ ഇനിയിപ്പോൾ സിനിമ നന്നായിപ്പോൾ നമുക്ക് വീണ്ടും ഇവിടെ ഒന്നുകൂടെ കാണാം. അതൊക്കെ തന്നെയേ ഉള്ളൂ. വേറെ ഒന്നും പറയാനുള്ള ആരോഗ്യം ഇപ്പോൾ ഇല്ല. നമസ്കാരം മമ്മുക്ക. ഇവിടെ ഓരോ സിനിമകളും ചിലപ്പോൾ പ്രതീക്ഷിക്കുന്ന തരത്തിലുള്ളൊരു സക്സസ്സിലേക്ക് ചിലപ്പോൾ എത്തിയെന്ന് വരത്തില്ല. ചിലപ്പോൾ വിചാരിക്കാത്ത സക്സസ് സിനിമ ഇൻഡസ്ട്രിയിൽ പല സിനിമകൾ എടുക്കുമ്പോഴും അങ്ങനെയാണ്. മമ്മൂക്കയെ സംബന്ധിച്ച് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് റിലീസ് ചെയ്തിരിക്കുന്ന എല്ലാ സിനിമകളും പ്രേക്ഷകർ വലിയ തോതിൽ കൈനീട്ടി സ്വീകരിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ ആ ഒരു സക്സസ്, തുടർച്ചയായിട്ടുണ്ടാകുന്ന സക്സസ് പുതിയൊരു പ്രോജക്റ്റിനെ സമീപിക്കുമ്പോൾ അത് വലിയൊരു പ്രഷറായിട്ട് മാറാറുണ്ടോ? എങ്ങനെയാണ് ആ ഒരു തുടർച്ചയായിട്ടുള്ള സക്സസ് പുതിയ സിനിമകളെ സമീപിക്കുമ്പോൾ അതിനെ എഫക്റ്റ് ചെയ്യുന്നത്? സക്സസ് നമ്മൾ തലയിൽ കേട്ടായിരുന്നാൽ മതി. പഴയ നോർമലായിട്ടിരുന്ന ടെൻഷനൊന്നുമില്ല. ഇതിനു മുമ്പ് ഇതൊന്നും ഉണ്ടായിട്ടില്ല. ആദ്യം എടുക്കാൻ പോകുന്ന സിനിമയാണ് ഞാൻ അഭിനയിക്കാൻ പോകുമ്പോൾ അങ്ങനെയാണ്. ഒരു ആക്ടർ എന്ന നിലയിൽ ഞാൻ അടുത്തായിട്ട് അഭിനയിക്കാൻ പോകുന്ന എൻ്റെ ആദ്യത്തെ സിനിമ. അങ്ങനത്തെ ഒരു ഫീലിംഗേ ഉള്ളൂ. അത്രയും സ്ട്രെയിനും എഫർട്ടും ആശങ്കകളൊക്കെ ഉള്ള ആളാണ് ഞാൻ.
സിനിമ സക്സസ് ആകുക, സക്സസ് ജീവിതത്തിലും നമ്മുടെ പരാജയങ്ങളും വിജയങ്ങളും ഒക്കെ ജീവിതത്തിലുണ്ടാവും, അത് സിനിമ എപ്പോഴും ഉണ്ടാവും. ഇപ്പം ഞാനിപ്പോൾ ഈ 42 400 സിനിമയുടെ അഭിനയിച്ചത് എല്ലാം സക്സസ്ഫുൾ അല്ല, എല്ലാം ഫെയിലിയറും അല്ല. അപ്പോൾ അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പോലെ തന്നെ സിനിമയിലും ഉണ്ടാവും. ഇപ്പോൾ നമ്മൾ അങ്ങോട്ട് മുന്നോട്ട് പോയല്ലേ പറ്റുള്ളൂ. സിനിമ അല്ലാതെ വേറെ വഴിയില്ല. സിനിമ എടുക്കുകയോ അഭിനയിക്കുകയോ ചെയ്യണം. അത് ഓടുകയില്ല എന്നുള്ളത് ആലോചിച്ചിട്ട് നമ്മൾ വീട്ടിലിരിക്കാൻ പറ്റില്ല. എന്തെങ്കിലുമൊക്കെ ആവട്ടെ എന്ന് വിചാരിച്ചങ്ങ് ഇറങ്ങല്ലേ. നമ്മളെല്ലാം അങ്ങനെയാണ്. ജീവിതം അങ്ങനെയാണ് നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത്. മുന്നോട്ടുള്ള യാത്രയിൽ ഒരുപാട് പ്രതിസന്ധികളോ വിജയങ്ങളൊക്കെ ഉണ്ടാകാം. അത് നിങ്ങളെ സന്തോഷിപ്പിക്കുകയും ആവേശം കൊള്ളിപ്പിക്കുകയും സങ്കടപ്പെടുത്തുകയും നിരാശപ്പെടുത്തുകയും ചെയ്താൽ പോലും നമ്മുടെ ജീവിതം മുന്നോട്ട് തന്നെ പോവുകയാണ്. ഞാൻ ഒരുപാട് ഫിലോസഫി ആയിപ്പോയി. നമുക്ക് പണ്ട് ബാനറുകൾ നോക്കിയിട്ടായിരുന്നു എല്ലാവരും സിനിമക്ക് പോയിരുന്നൊരു കാലം ഉണ്ടായിരുന്നല്ലോ. അതിപ്പോൾ വീണ്ടും തിരിച്ചു വരുന്നത് പോലെയാണ് തോന്നുന്നത്. ഇപ്പോൾ മമ്മൂട്ടി കമ്പനി സിനിമ എല്ലാവർക്കും ഒരു പ്രതീക്ഷയുണ്ട്. അതുപോലെ അതെ, ഈ മമ്മൂട്ടി കമ്പനി എന്ന് പറഞ്ഞ് എൻ്റെ പേര് ഉപയോഗിച്ചിട്ടുണ്ട് അതിനകത്ത്. പക്ഷേ ആ ഒരു വലിയ ബാധ്യതയുണ്ട് സിനിമയ്ക്ക്. എന്ന് വെച്ചാൽ ഈ ആളുകളുടെ നമ്മുടെ കുറച്ച് നല്ല സിനിമകളിലൊക്കെ അഭിനയിച്ചിട്ടുണ്ടല്ലോ ഈ കൂടെ. അപ്പോൾ അതുപോലെ നമ്മൾ ഇറക്കുമ്പോൾ നമ്മൾ നല്ല സിനിമകളായിരിക്കും എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. അതും ഒരു വലിയ ചുമതലയാണ്, ബാധ്യതയാണെന്ന് ഞാൻ പറയുന്നത്. അതൊരു ചുമതലയായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. അത് നന്നാക്കി എടുക്കേണ്ട ഒരു ചുമതലയുണ്ട് എനിക്ക്. കാരണം വിശ്വാസമുള്ളത് കൊണ്ടാണല്ലോ നമ്മളോട് അടുത്ത് വരുന്നത്. വിശ്വാസം നമ്മൾ ബാധ്യതയല്ല. അപ്പോൾ നമ്മൾ അവരോടൊരു ചുമതലയാണ് നന്നാക്കി എടുക്കുന്നത്. അതിനുള്ള ശ്രമങ്ങളൊക്കെ നമ്മൾ നടത്തുന്നുണ്ട്. ഈ പറയുന്ന പോലെ അത്യാവശ്യം ഞാനും ഒക്കെ കളിക്കുന്നുണ്ട്.